ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. പഴയ കാലത്തൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഒരുപാട് സാധനങ്ങളോ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൈദപ്പൊടി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു അര കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. ആ ഒരു അര കപ്പ് മൈദ നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം മധുരം മതി എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അധികം മധുരമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പിൻ്റെ കൂടെ തന്നെ നമ്മളിനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഏലക്കായ കേട്ടോ. ഒരുപാടൊന്നും ചേർക്കണ്ട, ഒരു ഏലക്കായ മാത്രം ചേർത്താൽ മതി. ഇനി ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ ഒരു പിഞ്ചോളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത് പാലാന്നേ. ഒരു കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. നമ്മൾ അര കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു കപ്പ് പാലും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് പാലിന് പകരം വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ പാൽ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് വെള്ളം ചേർത്തിട്ട് ഉണ്ടാക്കുമ്പം കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ പാൽ തന്നെ ഒഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിതാ ഇപ്പം നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കട്ടയൊക്കെ അതിലിട്ടാ. അപ്പോൾ മിക്സിയുടെ ജാറിൽ നമ്മൾ അടിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ആ കട്ടയൊന്നും ആ ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി പൊടിയുടെ അളവൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിച്ചെടുത്തതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഒരുപാട് മധുരമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതുപോലെ കേട്ടോ നമുക്കിത് റെഡിയാക്കി എടുക്കേണ്ടത്. അതൊരു സൈഡിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്കിതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുട്ടയിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചേർത്ത പോലെ തന്നെ 1 ടീസ്പൂണും പഞ്ചസാര ഇട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് മധുരമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പാട്ടോ. നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ടില്ല. ഒരു പിഞ്ച് സോൾട്ട് മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കളർ ഉണ്ടെങ്കിൽ മഞ്ഞ കളർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പം ഒരു ഏലക്കായ നമ്മൾ നേരത്തെ ചേർത്ത പോലെ തന്നെ ഒരു ഏലക്കായും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ പാലോ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. മുട്ട മാത്രം മതിയാവും. മുട്ടയും പഞ്ചസാരയും നമ്മളിപ്പം ചേർത്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പൊടികൾ മാത്രം മതിയാവട്ടെ. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കുക മാത്രമേ ഇനി ചെയ്യുന്നുള്ളൂ. പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടുന്നവരെ മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയേ. അപ്പോൾ നമ്മളിതാ ഇത് ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് നേരത്തെ പോലെ തന്നെ അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ മുട്ടയുടെ മിക്സ് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പതപ്പിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് അതും അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പം പ്ലേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ലഞ്ച് ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലും ചെയ്തെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം കുറച്ച് പരന്നിട്ടുള്ളൊരു പാത്രം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നെയ്യാക്കി കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ നെയ്യാക്കി കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രം നമുക്കിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് പറ്റിപ്പിടിക്കാതെ ഇങ്ങ് ഇളകി വരുള്ളേ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് എല്ലാ ഭാഗത്തേക്കും നെയ്യാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യും കൂടി ആക്കി കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം വേണം നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു സ്പൂൺ ഇതുപോലെ ഇങ്ങനെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും വെക്കണ്ട കേട്ടോ. 10 സെക്കൻഡ് കൊണ്ട് തന്നെ നന്നായിട്ട് ആറിയിട്ട് കിട്ടിക്കോളും. ആ ഒരു 10 സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആറി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. അതിന് ആറി വന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെക്കാം. അങ്ങനെ അങ്ങനെ ഇത് നമ്മൾ മാവ് തീരുന്നത് വരെ നമുക്ക് അതുപോലെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നെയ്യാക്കി കൊടുക്കുന്നുണ്ട്. നെയ്യാക്കി കൊടുക്കാൻ മറക്കാൻ പാടില്ല കേട്ടോ.
അപ്പോൾ ഇപ്പം നമ്മളിതാ നെയ്യാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമ്മളെ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അടച്ച് വെക്കാം. 10 സെക്കൻഡ് മാത്രം വെച്ചാൽ മതി. ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിക്കോളും കേട്ടോ. ഇനി നമ്മളിതാ ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ട് അടച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് 10 സെക്കൻഡ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതാ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിതാ ഗീ ആക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ മൈദയുടെ മിക്സ് ആട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുക്കുന്നത്. അപ്പം ബാക്കിയുള്ള മാവൊക്കെ തീരുന്നത് വരെ നമുക്കിതാ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. മാവ് എപ്പോൾ തീരുന്നത് അതുപോലെ ഇത് ഓരോ ലെയറായിട്ട് മുട്ടയുടെയും മൈദൻ്റെയും മിക്സായിട്ട് ഇങ്ങനെ മാറി മാറി ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മളിപ്പോൾ ഇതാ മൈദയുടെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അട നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഈ ഒരു ഗീ ആക്കി കൊടുക്കുന്നതും നമ്മൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാനുള്ള നമുക്ക് ക്ഷമയും മാത്രം മതിയാവട്ടെ. അപ്പോൾ അത് രണ്ടും ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ നെയ്യ് ഒരുപാടാക്കി കൊടുക്കാതെ നെയ്യാക്കാനൊക്കെ മറന്നു പോയാൽ എല്ലാം കൂടി ഒരുമിച്ചായി പോകും. ഇനി വെന്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്താലും എല്ലാം ഒരുമിച്ചായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ലെയറായിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മളിത് ലാസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും കുറച്ചും കൂടി ഗീ ആക്കി കൊടുത്തിട്ട് ലാസ്റ്റത്തെ നമ്മൾ മൈദയുടെ ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മൈദയുടെ മിക്സും കൂടി നമ്മൾ ലാസ്റ്റത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിട്ടിട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതൊന്നും നിർബന്ധമൊന്നുമില്ല. നമുക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം കേട്ടോ അതൊക്കെ. അപ്പോൾ നമ്മളിത് അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ആറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് ആറുന്നതിന് മുമ്പ് തന്നെ നമ്മളിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും നമ്മൾ മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബദാമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ബദാമെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് അതിൻ്റെ മുകളിലേക്ക് അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള നെയ്യുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ഒന്ന് കൈ വെച്ച് തൊട്ട് നോക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് ചൂടൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ചൂടാറിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റുമേ. അപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വാലിട്ടാൽ അലിഞ്ഞു പോകുന്ന നെയ്യുടെ റെഡി ആയിട്ടുണ്ട്. എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായാലും ഇഷ്ടപ്പെടും കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാനും പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് പിന്നെ കാണാം. ബൈ, താങ്ക് യു.